Hi all, welcome back to Signature Solutions YouTube channel. It's me Shamna. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഹിസ്റ്ററി ആൻഡ് സ്കോപ്പ് ഓഫ് മൈക്രോബയോളജി ആണ്. ഹിസ്റ്ററി ആൻഡ് സ്കോപ്പ് ഓഫ് മൈക്രോബയോളജിയിൽ നമുക്ക് നോക്കാനുള്ളത് PSC ഓറിയൻറ്റഡ് ആയിട്ട് സയൻറ്റിസ്റ്റുകളെ കുറിച്ചിട്ട് അവർ മൈക്രോബയോളജിയിലോട്ട് തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഹിസ്റ്ററി ആൻഡ് സ്കോപ്പ് ഓഫ് മൈക്രോബയോളജിയിൽ നോക്കുന്നത്. അതിന് മുൻപായിട്ട് യു വാണ്ട് ടു നോ വാട്ട് ഇസ് മൈക്രോബയോളജി. നമുക്കറിയാം മൈക്രോബയോളജി ഈസ് ദി സ്റ്റഡി ഓഫ് ഓർഗാനിസംസ് ദാറ്റ് ആർ ടു സ്മോൾ ടു ബി സീൻ വിത്ത് നേക്കഡ് ഐസ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ ഓർഗാനിസംസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് മൈക്രോബയോളജി. ദാറ്റ് ഓർഗാനിസംസ് ആർ കോൾഡ് ആസ് മൈക്രോ ഓർഗാനിസംസ്. Microorganisms are present everywhere as their presence can be marked in geothermal vents in the ocean depths to the pores skin, and they are also present in soil, air and water. നമ്മൾ മൈക്രോ ഓർഗാനിസംസിനാൽ സറൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു എയറിലെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് പ്രസൻ്റ് ആണ്. അതിൽ നമുക്ക് പെത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസും ഉണ്ട്, ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസും കാണുന്നുണ്ട്. Microorganisms are involved in production of 50% of carbon and 90% of nitrogen. Society gets benefit from microorganisms by their use in bread, cheese, bio-vaccines and antibiotic production. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ മൈക്രോ ഓർഗാനിസംസിനെ നമ്മൾ ഡിഫറെൻറ്റ് മേഖലകളിൽ ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള പോലെ ബ്രെഡ് മേക്കിങ്ങിൽ, ചീസ് പ്രൊഡക്ഷൻ, ദെൻ ബിയർ പ്രൊഡക്ഷൻ, വാക്സിൻ ആൻഡ് ആൻറ്റിബയോട്ടിക് പ്രൊഡക്ഷൻ. മൈക്രോബിയൽ ഹിസ്റ്ററി പറഞ്ഞു വരുമ്പം നമ്മൾ ഈ മൈക്രോ ഓർഗാനിസംസിനെ ഡൈവേഴ്സ് ഗ്രൂപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ആൽഗെ, ആർക്കെ, ബാക്ടീരിയ, സയനോ ബാക്ടീരിയ, ഫംഗൈ, പ്രോട്ടോസോവ, വൈറസസ് ഇവയെല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോ ഓർഗാനിസംസ് ആർ ഹാംലെസ്. അതായത് 99% മൈക്രോ ഓർഗാനിസംസ് നമുക്ക് ബെനിഫിഷ്യറി ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് വരുന്നത്. ഇതിലേതാനും 1% മാത്രമേ നമുക്ക് ബാഡ് മൈക്രോ ഓർഗാനിസംസ്, അതായത് അവയെ നമ്മൾ കോമൺ ആയിട്ട് പെത്തോജൻസ് എന്ന ഗ്രൂപ്പിലാണ് പെടുത്തിയിട്ടുള്ളത്. എക്സാമ്പിൾ നോക്കാം. ഗുഡ് ബാക്ടീരിയയിൽ എക്സാമ്പിൾ വരുന്നത് സൈനോ ബാക്ടീരിയ, അതായത് ബ്ലൂ ഗ്രീൻ ആൽഗെ. ബാഡ് ബാക്ടീരിയ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയാസ് ഉണ്ട്, അവയെല്ലാം നമ്മൾ പെത്തോജൻസ് എന്നുള്ള ടേമിലാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് മൈക്രോബയോളജി ഹിസ്റ്ററി പറയുന്നത് 4 സെറ്റ്സ് ആക്കിയിട്ടാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. ഡിസ്കവറി എറ, ട്രാൻസിഷൻ എറ, ഗോൾഡൻ എറ ആൻഡ് മോഡേൺ എറ. നമ്മൾ ഡിസ്കവറി എറയെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് സ്പോണ്ടേനിയസ് ജനറേഷൻ വെച്ചിട്ടാണ്. അരിസ്റ്റോട്ടിൽ ആണ് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ലിവിങ് ഓർഗാനിസംസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു നോൺ ലിവിങ് ആയിട്ടുള്ള മെറ്റീരിയൽ വേണം. ആ ഒരു നോൺ ലിവിങ് മെറ്റീരിയലിൽ നിന്നാണ് നമുക്ക് ലിവിങ് ഓർഗാനിസംസ് ഉണ്ടാവുന്നത്. ദെൻ റോഗൻ ബാക്ക് എന്ന് പറഞ്ഞുള്ള സയൻറ്റിസ്റ്റാണ് ഈ ഒരു ഡിസീസ് കോസിങ് ആയിട്ടുള്ള, അതായത് പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസംസിനെ ഒരു സീഡ് ജേം എന്ന് പറഞ്ഞിട്ടുള്ള ടേമിലാണ് റോഗൻ ബാക്ക് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ആൻ്റണി വാൻ ലീവൻ ഹുക്കിലോട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം ഹി ഈസ് ദി ഫാദർ ഓഫ് ബാക്ടീരിയോളജി ആൻഡ് പ്രോട്ടോസോവോളജി. നമുക്ക് ബാക്ടീരിയ, ഈസ്റ്റ്, ആൽഗെ, പ്രോട്ടോസോവ ഇവയെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുള്ളത് ആൻ്റണി വാൻ ലീവൻ ഹുക്കാണ്. ദെൻ 1676 ആനിമൽ ക്യൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം മൈക്രോബയോളജിയിലോട്ട് കൊണ്ടുവന്നത് ആൻ്റണി വാൻ ലീവൻ ഹുക്കാണ്. അതായത് ബാക്ടീരിയ, പ്രോട്ടോസോവ എന്നിവയ്ക്ക് പകരമായിട്ട് ആനിമൽ ക്യൂൾസ് എന്നിട്ടുള്ള വേർഡ് ഫസ്റ്റായിട്ട് മൈക്രോബയോളജിയിൽ യൂസ് ചെയ്തത് ആൻ്റണി വാൻ ലീവൻ ഹുക്കാണ്. ഈ സയൻറ്റിസ്റ്റുകൾ അവർ തന്നിട്ടുള്ള ഡിസ്കവറീസ് കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് PSCയിൽ വരുന്നത്. അപ്പോൾ ഓരോ ടേംസ് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് മൈക്രോബ് എന്നുള്ള ടേം നമുക്ക് ഫസ്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സെഡിലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. ആനിമൽ ക്യൂൾസ് ആൻ്റണി വാൻ ലീവൻ ഹുക്കാണ്. ബട്ട് മൈക്രോബ് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് സെഡിലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. ഇത്രയുമാണ് നമുക്ക് ഡിസ്കവറി എറയിൽ വരുന്നത്. ട്രാൻസിഷൻ എറയിലോട്ട് വരുമ്പം ഫ്രാൻസിസ്കോ റെഡ്ഡിയാണ് ഡീക്കേയിങ് മീറ്റിൽ, അതായത് ഒരു ഡീക്കേയിങ് മീറ്റ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മെഗോഡ്സിൻ്റെ പ്രസൻസ് കാണുന്നില്ല. അതിൽ അപ്പം അദ്ദേഹം പറയുന്നത് സ്പോണ്ടേനിയസ് ആയിട്ടല്ല ലിവിങ് സെൽസ് വരുന്നത്. അതായത് ഒരു ഡീക്കേയിങ് മീറ്റ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മെഗോഡ്സ് പ്രസൻ്റ് അല്ല. മെഗോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീക്കേയിങ് മാറ്ററിൽ ഉണ്ടാവുന്ന ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസെക്റ്റ് ലാർവേനെയാണ് മെഗോഡ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ജോൺ നീതാമിലോട്ട് വരുമ്പം ഹി ഈസ് ദി സപ്പോർട്ടർ ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി. അതായത് ഒരു ലിവിങ് സെൽസ് ഉണ്ടാവണമെങ്കിൽ അതിന് സോഴ്സായിട്ടൊരു നോൺ ലിവിങ് സെൽസ് തന്നെ വേണം. ദെൻ നെക്സ്റ്റ് അദ്ദേഹം എങ്ങനെയാണ് അത് കണ്ടെത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഒരു മട്ടൺ ഗ്രേവിയിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ആനിമൽ ക്യൂൾസിന് അദ്ദേഹം കണ്ടെത്തി. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാൻസിസ്കോ റെഡ്ഡി മട്ടൺ ബ്രോത്ത് കവർ ചെയ്ത് വെച്ചു. പക്ഷേ കവർ ചെയ്ത് വെച്ച ശേഷവും അദ്ദേഹത്തിന് ഈ ഒരു മെഗോഡ്സിൻ്റെ പ്രസൻസ്
അതിൽ കണ്ടുപിടിച്ചു. അതായത് മെഗോഡ്സ് കവർ ചെയ്ത് അതിനൊരു സോഴ്സ് അതിലോട്ട് വരാനൊരു സോഴ്സും കൊടുക്കാതെ വെച്ചപ്പോഴും അതിൽ മെഗോഡ്സ് വരുന്നുണ്ട്. അപ്പം അതിൽ തന്നെയുള്ള നോൺ ലിവിങ് ആയിട്ടുള്ളൊരു ഓർഗാനിസംസ് എന്നാണ് ലിവിങ് സെൽസ് ആയിട്ടുള്ള മെഗോഡ്സ് വരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലസാറോസ് പെല്ലൻസിയാണ്. ഹി ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് എയർ ക്യാരിഡ് ജേംസ് ടു ദി കൾച്ചർ മീഡിയം. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എയറിൽ നിന്നാണ് ഈ ഒരു ആനിമൽ ക്യൂൾസ് പ്രസൻ്റ് ആയിട്ട്, അതായത് എയറാണ് ഇവയുടെ സോഴ്സ്. നെക്സ്റ്റ് ഹി ഷോഡ് ദാറ്റ് ബോയിൽഡ് ബ്രോത്ത് വുഡ് നോട്ട് ഗീവ് റൈസ് ടു മൈക്രോസ്കോപ്പിക് ഫോംസ് ഓഫ് ലൈഫ്. അതായത് ഇവർ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു മട്ടൺ ബ്രോത്ത് എല്ലാം ബോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മൈക്രോ ഓർഗാനിസംസിനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഗോൾഡൻ എറയിലോട്ട് വരുമ്പം ലൂയിസ് പാസ്റ്റർ ആണ് ഫസ്റ്റ് പറയുന്ന സയൻറ്റിസ്റ്റ്. നമുക്കറിയാം ഹി ഈസ് ദി ഫാദർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി. ഹി പോയിൻറ്റഡ് ദാറ്റ് നോ ഗ്രോത്ത് ടുക്ക് പ്ലേസ് ഇൻ സ്വാൻ നെക്ക് ഷേപ്ഡ് ട്യൂബ്സ് ബിക്കോസ് ഡസ്റ്റ് ആൻഡ് ജേംസ് ഹാഡ് ബീൻ ട്രാപ്ഡ് ഓൺ ദി വാൾസ് ഓഫ് ദി കർവ്ഡ് നെക്സ്. അതായത് അദ്ദേഹമാണ് സ്വാൻ നെക്ക് ഫ്ലാസ്ക് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ള ആൾ. അതായത് അദ്ദേഹം പറയുന്നത് സ്വാൻ നെക്ക് ഫ്ലാസ്കിലൂടെ അതിൻ്റെ നെക്കിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ കാരണം ആ ഒരു നെക്സിലൂടെ ജേംസും ഡസ്റ്റും ഒന്നും അകത്തേക്ക് പോകുന്നില്ല. അപ്പോൾ അതിൽ ബാക്ടീരിയൽ ഗ്രോത്തും വരുന്നില്ല. പക്ഷേ ഇഫ് ദ നെക്സ് were broken off so that dust fell directly down into the flask, microbial growth commenced immediately. അതായത് ആ ഫ്ലാസ്കിൻ്റെ നെക്ക് ബ്രോക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവയിലൂടെ എയർ പാസേജ് നടക്കുന്നുമുണ്ട്, അതിൽ മൈക്രോബിയൽ ഗ്രോത്ത് കാണുന്നുമുണ്ട്. ദെൻ Pasteur in 1897 suggested that mild heating at 62.8 degrees Celsius for 30 minutes rather than boiling was enough to destroy the undesirable microorganisms without running the taste of the product, and the process was called pasteurization. അദ്ദേഹം പറയുന്നത് അദ്ദേഹമാണ് പാസ്ചറൈസേഷൻ എന്നുള്ള പ്രോസസ്സ് മൈക്രോബയോളജിയിലോട്ട് കൊണ്ടുവന്നത്. ഈ പാസ്ചറൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫറെൻറ്റ് സ്റ്റെറിലൈസേഷൻ ടെക്നിക്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഓർഗാനിസംസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏതാണോ പ്രോഡക്റ്റ് ഫുഡ് പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ വരുമ്പം ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫുഡ് പ്രോഡക്റ്റിൻ്റെ ഫ്ലേവർ തന്നെ അതിൽ മാറിപ്പോവും ഒരു ഹൈ ടെമ്പറേച്ചർ ആയ കാരണം. അപ്പോൾ നമുക്കതിന് പകരം 62.8 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സ് അതിനെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ നഷ്ടമാവുകയില്ല, നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് എല്ലാം കില്ലായി പോവുകയും ചെയ്യും. Next, he invented the process of pasteurization, fermentation and the development of effective vaccines. അതായത് റാബീസ് വാക്സിൻ, ആന്ത്രാക്സ് വാക്സിൻ, ഫെർമെൻറ്റേഷൻ എല്ലാം നമുക്ക് മൈക്രോബയോളജിയിൽ ഡിസ്കവർ ചെയ്തിട്ടുള്ളത് ലൂയിസ് പാസ്റ്റർ ആണ്. ദെൻ പാസ്റ്റർ ഡെമോൺസ്ട്രേറ്റഡ് ഡിസീസ് ഓഫ് സിൽക്ക് വർംസ് വാസ് ഡ്യൂ ടു പ്രോട്ടോസോവ പാരസൈറ്റ്. അതായത് സിൽക്ക് വർമിൽ വരുന്ന ഡിസീസ് പ്രോട്ടോസോവൽ ഒറിജിനാണ്. അതായത് പ്രോട്ടോസോവൽ ഡിസീസാണ് സിൽക്ക് വർമിൽ വരുന്ന ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് ലൂയിസ് പാസ്റ്റർ. He coined the term microbiology, aerobic or anaerobic. He disproved the theory of spontaneous germination. അതായത് നോൺ ലിവിങ് മാറ്റർ എന്നല്ല ലിവിങ് സെൽസ് ഉണ്ടാവുന്നത്, അതിനൊരു സോഴ്സ് തന്നെയുണ്ട്. He demonstrated that anthrax was caused by bacteria and also produced the vaccine for the disease. ബാക്ടീരിയൽ ഡിസീസാണ് ആന്ത്രാക്സ് എന്ന് പറയുന്നത്. ആൻഡ് ആന്ത്രാക്സിന് നമുക്കൊരു വാക്സിനും ലൂയിസ് പാസ്റ്റർ തന്നെ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. He developed the live attenuated vaccine for the disease. Next, John Tyndall. He discovered highly resistant bacterial structure later known as endospore. Endospore എന്നുള്ളൊരു ടേം മൈക്രോബയോളജിയിലോട്ട് കൊണ്ടുവന്നത് ജോൺ ടിൻഡാൽ ആണ്. നമുക്കറിയാം വാട്ട് ഈസ് എൻഡോസ്പോർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ എൻഡോസ്പോർ എന്ന് പറയുന്നത്. ആ എൻഡോസ്പോർസ് ബാക്ടീരിയ അവക്കൊരു ഡിഫറെൻറ്റ് ഗ്രോത്ത് നമുക്ക് റീട്ടാർഡിങ് സ്റ്റേജിൽ വരുന്ന ഒരു സ്റ്റെപ്പാണ് എൻഡോസ്പോർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ ആ ഒരു എൻഡോസ്പോറിനെ നമുക്ക് കില്ല് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ നോർമൽ ഒരു സ്റ്റെറിലൈസേഷൻ ടെക്നിക്സിലൊന്നും എൻഡോസ്പോർസ് കില്ലായി പോകുന്നില്ല. പ്രൊലോങ്ഡ് ബോയിലിംഗ് ഓർ ഇൻ്റർമീഡിയറ്റ് ഹീറ്റിംഗ് വാസ് നെസസറി ടു കിൽ ദി സ്പോർസ് ടു മേക്ക് ദ ഇൻഫ്യൂഷൻ കംപ്ലീറ്റ്ലി സ്റ്റെറിലൈസ്ഡ്, എ പ്രോസസ് നോൺ ആസ് ടിൻഡർലൈസേഷൻ. ടിൻഡർലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്സ് വെച്ചിട്ട് മാത്രമേ നമുക്ക് എൻഡോസ്പോറിനെ കില്ല് ചെയ്യാൻ പറ്റുള്ളൂ. And the term tinderlization was coined with John Tyndall. Then Joseph Lister. നമുക്കറിയാം he is the father of antiseptic surgery. Lister concluded that wound infections too
ഫോർ ഡ്യൂ ടു മൈക്രോ ഓർഗാനിസംസ്. വൂണ്ടിലുണ്ടാവുന്ന ഡിഫറെൻറ്റ് ഇൻഫെക്ഷൻസിനും കാരണമായിട്ടുള്ളത് മൈക്രോ ഓർഗാനിസംസ് തന്നെയാണ്. ഹി ഓൾസോ ഡൈവേഴ്സ്ഡ് എ മെത്തേഡ് ടു ഡിസ്ട്രോയ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ദി ഓപ്പറേഷൻ തിയേറ്റർ ബൈ സ്പ്രേയിങ് എ ഫൈൻ മിസ്റ്റ് ഓഫ് കാർബോളിക് ആസിഡ് ഇൻ ടു ദി എയർ. നമ്മൾ സാനിറ്റൈസേഷൻ ചെയ്യുന്നതിന് പകരം അന്ന് കാലം കാർബോളിക് ആസിഡ് നമ്മുടെ ഹോസ്പിറ്റൽ എൻവിറോൺമെൻറ്റിൽ സ്പ്രേ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതായത് ഓപ്പറേഷൻ തിയേറ്റർ ഏരിയയിൽ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ മൈക്രോ ഓർഗാനിസംസിൻ്റെ പ്രസൻസ് കാണുന്നില്ല. അതായത് കാർബോളിക് ആസിഡിന് എയറിലുണ്ടാവുന്ന മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യാൻ അവിടെ ഒരു സാനിറ്റൈസ്ഡ് ഏരിയ ആക്കി നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഗോൾഡൻ എറയിൽ തന്നെ വരുന്നതാണ് റോബർട്ട് കോച്ച്. He demonstrated the role of bacteria in causing diseases. ഡിഫറെൻറ്റ് ഡിസീസസ് കോസ് ചെയ്യുന്നത് ബാക്ടീരിയസ് ആണെന്ന് റോബർട്ട് കോച്ച് കണ്ടുപിടിച്ചു. ദെൻ ഹി പ്രിഫേർഡ് ദ ടെക്നിക് ഓഫ് ഐസൊലേറ്റിംഗ് ബാക്ടീരിയ ഇൻ പ്യുവർ കൾച്ചർ. ആ ഡിസീസ് കോസിങ് ആയിട്ടുള്ള ബാക്ടീരിയനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന ടെക്നിക്സും കോച്ച് തന്നെയാണ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. റോബർട്ട് കോച്ച് യൂസ്ഡ് ജെലാറ്റിൻ ടു പ്രിപ്പയർ സോളിഡ് മീഡിയ, ബട്ട് ഇറ്റ് വാസ് നോട്ട് ആൻ ഐഡിയൽ ബിക്കോസ് നമ്മൾ കൾച്ചർ മീഡിയയിൽ ജെലാറ്റിൻ യൂസ് ചെയ്യുന്ന സമയത്ത് 25 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴേക്കും ജെലാറ്റിൻ മെൽറ്റ് ആവാൻ തുടങ്ങും. നമുക്ക് കൾച്ചർ ചെയ്യാനുള്ള ബാക്ടീരിയയിൽ നമ്മൾ ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം നമുക്ക് ഈ ഒരു കൾച്ചറിങ്ങിൻ്റെ ടൈമിൽ മീഡിയ കറക്റ്റായിട്ട് കിട്ടില്ല. അതായത് മെൽറ്റായി തുടങ്ങും നമ്മുടെ മീഡിയ, അതിൽ കൾച്ചർ കിട്ടില്ല. നമുക്ക് പകരം കണ്ടാമിനേഷൻ വരാനുള്ള ചാൻസാണ് കൂടുതൽ. കൾച്ചർ മീഡിയ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് കോച്ചാണ്. അതിൽ ജെലാറ്റിൻ യൂസ് ചെയ്തു എന്നുള്ളതൊരു ഡ്രോബാക്ക് ആയിട്ട് അവിടെ നിൽക്കുന്നു. നെക്സ്റ്റ് നമുക്ക് കോച്ച് പോസ്റ്റ്ലേറ്റ്സ് നോക്കാം. കോച്ച് പോസ്റ്റ്ലേറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ദ മൈക്രോ ഓർഗാനിസം മസ്റ്റ് ബി ഫൗണ്ട് ഇൻ അബൻഡൻസ് ഇൻ ഓൾ ഓർഗാനിസംസ് സഫറിങ് ഫ്രം ദ ഡിസീസ് ബട്ട് ഷുഡ് നോട്ട് ബി ഫൗണ്ട് ഇൻ ഹെൽത്തി ഓർഗാനിസംസ്. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓർഗാനിസംസിൻ്റെ ബ്ലഡ് എടുത്ത് കൾച്ചർ ചെയ്യുന്ന സമയത്തും അതിൽ പാത്തോജനിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസംസിനെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനും, അതായത് കൾച്ചർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പാടില്ല. നെക്സ്റ്റ് ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസിൻ്റെ ബ്ലഡ് നമ്മൾ കൾച്ചർ ചെയ്ത് നോക്കുമ്പം ആ ഒരു ഡിസീസിന് കാരണമായിട്ടുള്ള ഒരു പാത്തോജനിക് ഓർഗാനിസംസിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റണം. ദെൻ നെക്സ്റ്റ് പറയുന്നത്, ഈ ഒരു ഓർഗാനിസത്തിന് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടുള്ള പാത്തോജൻസിനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആനിമലിലോട്ട് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഹെൽത്തി ആനിമലിൽ നമ്മൾക്ക് ഈ ഒരു പാത്തോജൻസ് കോസിങ് ചെയ്യുന്ന ഡിസീസ് നമുക്ക് അതിൽ കാണാൻ പറ്റണം. ആ ഒരു ഇൽനെസ് വന്നിട്ടുള്ള ഡിസീസ് കോസ്ഡ് ആയിട്ടുള്ള ആനിമലിൽ നമുക്ക് ബ്ലഡ് കൾച്ചർ ചെയ്ത് നോക്കുമ്പോൾ ആദ്യം കൾച്ചർ ചെയ്തിട്ടുള്ള സെയിം ഓർഗാനിസത്തിനെ നമുക്ക് വീണ്ടും കൾച്ചർ ചെയ്തെടുത്ത് ഓർഗാനിസം സെയിം ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റണം. ഇതിനെയാണ് കോച്ച് പോസ്റ്റ്ലേറ്റിൽ പറയുന്നത്. ദെൻ ഗോൾഡൻ എറയിൽ തന്നെ വരുന്ന സയൻറ്റിസ്റ്റാണ് ഫെന്നെ എൽഷിമസ് ഹെസെ. വൺ ഓഫ് കോച്ച്സ് അസിസ്റ്റൻറ്റ് ഫസ്റ്റ് പ്രപ്പോസഡ് ദ യൂസ് ഓഫ് അഗർ ഇൻ കൾച്ചർ മീഡിയം. കൾച്ചർ മീഡിയത്തിൽ കോച്ച് പറഞ്ഞിട്ടുള്ള ജെലാറ്റിന് പകരം അഗർ യൂസ് ചെയ്യാമെന്ന് കണ്ടെത്തിയത് ഫെന്നെ ഹെസെയാണ്. ഇറ്റ് വാസ് നോട്ട് അറ്റാക്ക്ഡ് ബൈ മോസ്റ്റ് ബാക്ടീരിയ. ബാക്ടീരിയകൾ ഇവയെ ബാക്ടീരിയൽ ഗ്രോത്തിനെ ഇവ യാതൊരു കാരണവശാലും റിട്ടാർഡ് ചെയ്യില്ല എന്നും കണ്ടെത്തി. ആൻഡ് അഗർ ഈസ് ബെറ്റർ ദാൻ ജെലാറ്റിൻ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹയർ മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് സോൾഡിഫൈയിങ് പോയിൻറ്റ്സ്. ജെലാറ്റിൻ 25 ഡിഗ്രി സെൽഷ്യസിൽ മെൽറ്റ് ആവുമ്പം നമുക്കിവിടെ അഗർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 96 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ മാത്രമേ നമുക്ക് അഗർ മെൽറ്റ് ആവാൻ ചാൻസ് ഉള്ളൂ. ആ ഒരു ടെമ്പറേച്ചറിനകത്ത് നമുക്ക് ബാക്ടീരിയൽ കൾച്ചർ നടത്തുകയും ചെയ്യാം. ദെൻ റിച്ചാർഡ് പെട്രി. നെക്സ്റ്റ് ആ പേര് പറയുന്ന പോലെ തന്നെ പെട്രി ഡിഷ് നമ്മൾ മൈക്രോബയോളജിയിലോട്ട് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് റിച്ചാർഡ് പെട്രിയാണ്. പെട്രി ഡിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ടെയ്നർ യൂസ്ഡ് ഫോർ സോളിഡ് കൾച്ചർ മീഡിയം. നെക്സ്റ്റ് എഡ്വേർഡ് ജെന്നറാണ് സ്മോൾ പോക്സിനുള്ള വാക്സിൻ ഡിസ്കവർ ചെയ്തത്. അങ്ങനെ അദ്ദേഹം തന്നെയാണ് വാക്സിനേഷൻ എന്നുള്ള ടെക്നിക്ക് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഹി ഡിസ്കവേർഡ് ദ പെനിസിലിൻ ഫ്രം പെനിസിലിയം നൊട്ടേറ്റം ദാറ്റ് ഡിസ്ട്രോയ് സെവറൽ പാത്തോജനിക് ബാക്ടീരിയ. പെനിസിലിൻ ഡിസ്കവർ ചെയ്തിട്ടുള്ളത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ദെൻ ഗോൾഡൻ എറയിൽ ലാസ്റ്റ് വരുന്ന സയൻറ്റിസ്റ്റാണ് പേൾ ഏർലിക്. ഹി ഡിസ്കവേർഡ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സിഫിലിസ് ബൈ കോസിങ് ആർസനിക് ആൻഡ് ഹി സ്റ്റഡീഡ് ടോക്സിൻസ് ആൻഡ് ആൻറ്റിടോക്സിൻസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് ഹാൻഡ്ലൈഡ് ഫൗണ്ടേഷൻ ഓഫ് ബയോളജിക്കൽ സ്റ്റാൻഡർഡൈസേഷൻ. ഇത്രയും ആണ് നമുക്ക് ഗോൾഡൻ എറ ഓഫ് മൈക്രോബയോളജിയിലുള്ള സയൻറ്റിസ്റ്റുകളും അവർ നമുക്ക് മൈക്രോബിയൽ വേൾഡിന് തന്നിട്ടുള്ള ഡിസ്കവറീസും. ഓക്കെ.
ദെൻ നെക്സ്റ്റ് ഈ ഒരു ഗോൾഡൻ എറയിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡിസ്കവറീസ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുവാണ്. ബാക്ടീരിയയിൽ ഹാൻസൺ ലെപ്രസി ബാസിലസ്, നെയ്സർ ഗോണോകോക്കസ് ബാക്ടീരിയ, ഓക്സ്റ്റൺ സ്റ്റെഫൈലോകോക്കസ്, ലോഫലർ ഡിഫ്തീരിയ ബാസിലസ്, റോക്സിൻ ആൻഡ് യേഴ്സീനിയ ഡിഫ്തീരിയ ടോക്സിൻ. ദെൻ അത് വൈറസിലോട്ട് വരുന്ന സമയത്ത് ബെയ്ജോനിക് coined the term virus for filterable infectious agents. Pasteur developed rabies vaccine. Good Pasteur cultivation of virus on chick embryos. Charles Chamberlain, one of Pasteur's associate, constructed a porcelain bacterial filter. Then Tourt and Deheril bacteriophages in the discovery. Edward Jenner vaccine for smallpox. നെക്സ്റ്റ് മോഡേൺ എറയിലോട്ട് വരുന്ന സമയത്ത് നോബൽ ലോറേറ്റ്സിനെയാണ് നമ്മൾ നോക്കുന്നത്. 1901 വോൺ ബെറിങ് ആൻറ്റിടോക്സ്, 1902 റൊണാൾഡ് റോസ് മലേറിയ, 1905 റോബർട്ട് കോച്ച് ട്യൂബർക്ലോസിസ് ബാക്ടീരിയ. ദെൻ 1908 മെറ്റ്കിനോഫ് ഫൈഗോസൈറ്റോസിസ്, 1945 ഫ്ലെമിംഗ് പെൻസിലിയം, 1962 വാട്സൺ ആൻഡ് ക്രിക്ക് സ്ട്രക്ചർ ഓഫ് DNA, 1968 Holly and Corona genetic code, 1997 prisoner prions, 2002 Brenner Hurwitz genetic regulation of organ development and cell depth. ഇത്രയും ആണ് നമ്മുടെ ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജിയിൽ വന്നിട്ടുള്ള ടോപ്പിക്സ്. അപ്പോൾ നമ്മൾ സിലബസ് അത്യാവശ്യം തന്നിട്ടുണ്ട്. ആ സിലബസിൽ PSC ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സസ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം ഈ തന്നിട്ടുള്ള കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുവാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.